ഷാഫിയുടെ യാത്ര കാണാതിരിക്കാൻ KCB-യിലുള്ള CPM-ന്റെ യൂണിയന്റെ ആളുകൾ നേരത്തെ ലൈറ്റ് ഓഫ് ആക്കി. അവരോട് പറയുന്നു, ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, വടകരയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ ജനസഞ്ചയത്തെ നിങ്ങൾ ലൈറ്റ് ഓഫാക്കിയാൽ ജനം കാണാതിരിക്കില്ല. നിങ്ങളുടെ ലൈറ്റും ഓഫാക്കിയിട്ട് ഷാഫിയും UDF-ഉം ഇവിടെ നിന്ന് പോകുകയുള്ളൂ എന്ന് ഉത്തരവാദിത്വത്തോട് പറയുന്നു. ഞാൻ ഒറ്റ കാര്യം പറയുന്നു, ഒരൊറ്റ കാര്യം. ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. ഞാൻ 3 തവണ 2 ആഴ്ചക്കിടെ സന്ദർശിച്ച വീടാണ് സിദ്ധാർത്ഥന്റെ വീട്. ആ സിദ്ധാർത്ഥൻ വെറ്ററിനറി യൂണിവേഴ്സിറ്റിയിലെ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. TP-യുടെ നാടായതുകൊണ്ട് 52 വെട്ടുകൾ വെട്ടി അതിമൃഗീയമായി കൊലപ്പെടുത്തിയതായ ഈ നാട്ടിൽ ഇത് പറയേണ്ടത് ആവശ്യമാണ് എന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. ആ വിദ്യാർത്ഥി, അവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ വായിച്ചു. അതിൽ 18 ആന്റി മോർട്ടം ഇഞ്ചുറിയാണ്. 18 ഇഞ്ചുറി ശരീരത്തിൽ. ആ കുട്ടിയുടെ യൂറിനറി ബ്ലാഡറിനെ കുറിച്ച് പറയുന്നുണ്ട്, മൂത്രസഞ്ചിയിൽ ഒരിറ്റ് വെള്ളമില്ല. ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ പ്രധാനപ്പെട്ട വാക്ക്, എന്റെ മകൻ മരണക്കിടക്കയിൽ കിടക്കുമ്പോ ഒരിറ്റ് വെള്ളം ചോദിച്ചപ്പോൾ നിങ്ങൾ വെള്ളമെങ്കിലും കൊടുത്തില്ലല്ലോ. ഞങ്ങൾ വിചാരിച്ചു അച്ഛൻ എവിടെ നിന്നാ ഇത് പറയുന്നത്. പറഞ്ഞത് എവിടെ നിന്നുമല്ല, അത് കണ്ടതും അറിഞ്ഞതുമായിരിക്കുന്ന കുട്ടികൾ നേരിട്ട് അച്ഛനോട് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ സ്റ്റൊമക്കിൽ ബ്രൗണിഷ് ഫ്ലൂയിഡ് മാത്രമാണുള്ളത്, ഒരു ചെറിയ ആഹാര പദാർത്ഥം പോലുമില്ല. 15, 16-ാം തീയതി ആക്രമിക്കാൻ തുടങ്ങി, 18-ാം തീയതി കൊല ചെയ്ത്, 19-ാം തീയതി പോസ്റ്റ്മോർട്ടം ചെയ്ത്. നിങ്ങൾ ആലോചിക്കണം, 3 ദിവസം ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ ആ കുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ച്, ആ കുട്ടിയെ ബെൽറ്റ് കൊണ്ട് അടിച്ച്, ആ കുട്ടിയെ ഇലക്ട്രിക് വയർ കൊണ്ട് മർദ്ദിച്ച്, ആ കുട്ടിയെ കമ്പി കൊണ്ടടിച്ച്, ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് നിരവധി തവണ ചാടി, അവിടെ നിന്ന് തിരിച്ചും ചാടി, ആ കുട്ടിയെ സ്റ്റൂളിൽ ഇരിക്കുന്നത് പോലെ ഇരുത്തി 2 ഭാഗത്തു നിന്നും നിങ്ങൾ രൂക്ഷമായി ബെൽറ്റ് കൊണ്ടടിച്ച്, അവസാനം നിലത്ത് വീണ് കിടക്കുമ്പോ ആ വീണതായിരിക്കുന്ന ഇടത്ത് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് വീണ്ടും ഓടിക്കയറി മൃഗീയമായി കൊലപ്പെടുത്തിയതായ സിദ്ധാർത്ഥിന്റെ കൊലപാതകികൾക്ക് വേണ്ടി നിങ്ങൾ നേരെ കൽപ്പറ്റയിലെ മജിസ്ട്രേറ്റിന്റെ ചേംബറിലേക്ക് കയറി വന്ന് ആ ക്രിമിനലുകൾക്ക് വേണ്ടി സംസാരിച്ചത് CK ശശീന്ദ്രൻ എന്ന് പറയുന്ന CPM-ന്റെ മുൻ MLA ആണ്. ഇവിടെ TP-യുടെ വധക്കേസിന് നേതൃത്വം കൊടുത്ത മുഴുവൻ കൊലപാതകികൾക്കും വേണ്ടി നേരിട്ടിറങ്ങിയത് മുഖ്യമന്ത്രി അടക്കമുള്ളതായിരിക്കുന്ന മുഴുവൻ CPM-ന്റെ നേതാക്കന്മാരാ. ഞാനൊരു കാര്യം പറയുന്നു, TP-യുടെ കൊലപാതകം പോലെ ക്യാമ്പസുകളിലടക്കം ഈ കൊലപാതകർക്ക് അവർ നേതൃത്വം കൊടുക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നരേന്ദ്രമോദിയെ പുറത്താക്കുക എന്നുള്ള പ്രൈമറി ഡ്യൂട്ടിയുടെ കൂടെ ഈ കൊലപാതകികളെ, ഈ അക്രമികളെ നിയമത്തിന് മുമ്പിൽ പിടിച്ചു കെട്ടാൻ യുവത്വത്തിന്റെ പ്രിയപ്പെട്ട നായകൻ ഷാഫി പറമ്പിലിനെ ഹൃദയസമക്ഷം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് വിനയസമേതം നിങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്റെ പ്രിയപ്പെട്ട കൂട്ടാളി, ജീവരക്തം പോലെ കൂടെ നടക്കുന്ന സഹപ്രവർത്തകൻ, അദ്ദേഹത്തെ ഹൃദയസമക്ഷം ഏറ്റെടുത്ത് കേരളത്തിലെ 2 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷത്തിന് പാർലമെന്റിലേക്ക് അയക്കാൻ വടകര തയ്യാറാകണമെന്ന് വിനയസമേതം അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.